उसने ख्याल किया कि സാം के काटने से मैं गिर गया. അവൻ വിചാരിച്ചു ആ സർപ്പം എന്നെ കടിച്ചപ്പോൾ ഞാൻ താഴെ വീണതാണ്. മേരെ കഷ്ട और विरह के ख्याल से उसके कोमल हृदय को धक्का लगा. എൻ്റെ ഞാൻ എൻ്റെ കഷ്ടപ്പാടും ഞാനും അവനുമായിട്ടുള്ള ആ വിരഹം, വേർപെടൽ, അതും അതിൻ്റെ ആ ഓർമ്മ കൊണ്ട് അവന്റെ മൃദുലമായ ഹൃദയത്തിന് ഷോക്ക് പോലെ തോന്നിയിട്ടുണ്ടാവണം. ബ്രാദാ സ്നേഹിക്കെ തീൻ താനെ ബാനേക്കോ ചോട്ടിലേക്ക്, അതായത് ഞങ്ങൾ തമ്മിലുള്ള ആ ബ്രദർഹുഡ് അഫെക്ഷൻ തന്നെ ഹേർട്ടായി എന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവണം. ഉസ്കി ചീക്ക് നിക്കൽകയും, അവൻ അവിടെ മുകളിൽ നിന്ന് ഉറക്കെ കരയുന്നത് എനിക്ക് ഇവിടെ കേൾക്കാമായിരുന്നു. ചോട്ടെ ബായിക്ക് ആകാംക്ഷ ബേസ് നഥി, അതായത് ഇളയ സഹോദരന്റെ ഭയം അസ്ഥാനത്തല്ലായിരുന്നു. पर उस फूंक से और धमाके से मेरी साहस कुछ बढ़ गया. പക്ഷേ ആ ഹിസ്സിങ് സൗണ്ടും ആ ഒരു വളരെ വലിയ ശബ്ദവും എല്ലാം കാരണം എൻ്റെ സാഹസം, എൻ്റെ അതായത് എൻ്റെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള എൻ്റെ സ്വഭാവം ഒന്നുകൂടി കൂടുകയാണ് ചെയ്തത്. ദുബാര ഫിർ ഉസി പ്രകാർ ലിഫാഫെ കോ ഉഠാനേക്ക് ചേഷ്ടാക്കി, വീണ്ടും അതുപോലെ തന്നെ ഞാൻ ആ ലെറ്റർ എടുക്കാനുള്ള ആക്ട് പോലെ കാണിച്ചു. അബിക്ക് ബാർ സാംനെ വാർ ബി കിയ, ഇത്തവണ സർപ്പം വീണ്ടും അറ്റാക്കിംഗ് പൊസിഷനിലായി. ഓർ ഡണ്ടേ സെ ചിപ്പറ്റ് ബി ഗയ, അങ്ങനെ ആ വടിയിൽ പറ്റിപ്പിടിച്ചു. ദണ്ഡ ഹാത്ത് സെ ഛൂട്ടാത്തോ നെഹി, പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ഇത്തവണ വടി താഴെ വീണില്ല. പർ ചിച്ചക് हम अथवा अंतक से अपनी ओर को खींच गया और गुंजल्क मारता हुआ सांप का पिछला भाग मेरे हाथों से छू गया. അതായത് ഞാൻ പെട്ടെന്ന് പേടി കൊണ്ടോ അല്ലെങ്കിൽ ടെറർ കൊണ്ടോ ആ വടി എൻ്റെ നേർക്ക് വലിച്ചു. അപ്പോൾ എനിക്ക് പ്രഹരമേറ്റതുപോലെ തോന്നി. കാരണം ആ സർപ്പത്തിന്റെ പുറകുവശം, വാലിന്റെ പുറകുവശം എൻ്റെ കയ്യിലൊന്ന് തൊട്ടിരുന്നു. ഓഫ് കിത്തനെ ठंड था, ഓഹ് എന്തൊരു തണുപ്പായിരുന്നു. ഡണ്ട് കോ മേനെ ഏക് ഓർ ഡണ്ടേ കോ മേനെ ഏക് ഓർ പടക് ദിയ, ഞാൻ ആ വടി അപ്പോഴേക്കും ഒരു വശത്തേക്ക് എറിഞ്ഞു. യദി കഹി ഉസ്കാ ദൂസറാ വാർ പെഹല ഹോത്ത, ചിലപ്പോ ആ സർപ്പം വീണ്ടും എന്നെ ആക്രമിച്ചേക്കാം. തോ ഉച്ചൽക്കർ മേ സാംപർ ഗിർത്ത, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ഒരു ചാട്ടം ചാടിയിട്ട് ആ സർപ്പത്തിന്റെ മേലെ വീണിരുന്നേനെ. ഓർ ന ബസ്ത, അങ്ങനെ ഞാൻ രക്ഷപ്പെടുകയും ഇല്ലായിരുന്നു. ലേക്കിൻ ജബ് ജീവൻ ഹോത്തെ ഹെ തബ് ഹസാരോ ഠങ് ബച്ചനെ കെ ലിയെ നിക്കൽത്താ ഹെ, പക്ഷെ ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ 1000 വഴികൾ തെളിഞ്ഞു വരും. വഹ് ദേവി കൃപാത്തി, അത് ശരിക്കും ഒരു ദൈവകൃപ തന്നെയാണ്. ഡണ്ടേ കെ മേരി और खींच आने से मेरे और സാം के ആസൻ ബദൽ ഗയി, അതായത് ആ വടി എൻ്റെ അടുത്തേക്ക് വലിച്ചു ഞാൻ നീട്ടിയപ്പോൾ സർപ്പത്തിന്റെ പുറകുവശം ആയി എൻ്റെ മുന്നിൽ. മേനെ തുരന്ത് ഹി ലിഫാഫ ഓർ പോസ്റ്റ് കാർഡ് ചുൻലിയ, ഞാൻ പെട്ടെന്ന് തന്നെ ആ കത്തും പോസ്റ്റ് കാർഡും എല്ലാം എടുത്തു. ചിട്ടിയാംകോ ധോത്തി കി ചോർമേം ബാന്തിയ, ആ ലെറ്റേഴ്സും എല്ലാം തന്നെ സൂക്ഷിച്ച് ഞാൻ ആ ധോത്തിയിൽ കെട്ടിവെച്ചു. ഓർ ചോട്ടെ ബായിനെ ഉന്നെ ഊപ്പർ ഖീൻസ്ലിയ, അപ്പോൾ തന്നെ വേഗം ഇളയ സഹോദരൻ ആ ലെറ്റേഴ്സ് എല്ലാം മുകളിലേക്ക് വലിച്ചെടുത്തു. ഡണ്ടേ കോ സാം കെ പാസെ ഉഠാനെ മേ ബി ബഡി കഠിനായി പടി, അതായത് എൻ്റെ ആ വടി സർപ്പത്തിന്റെ അടുത്ത് നിന്ന് എടുക്കാനും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. സാംബൂസെ ഖുൽക്കർ ഉസ് പർ ധർണ ദേക്കർ ബേട്ടാത്ത, സർപ്പമാണെങ്കിൽ ആ വടിയുടെ മുകളിൽ തന്നെ ധർണയിരിക്കുന്നത് പോലെ അവിടെ ഇരിക്കുകയായിരുന്നു. ജീത് തോ മേരെ ഹി ഹോ ചുക്കി തി, സത്യം പറഞ്ഞാൽ വിജയം ഞാൻ വിജയിച്ചിരിക്കുന്നു. പർ അപ്ന നിഷാൻ ഗവാ ചുക്ക, പക്ഷെ എൻ്റെ ലക്ഷ്യം പോയിരുന്നു. ആകെ ഹാത്ത് ബടാത്ത തോ സാം ഹാത്ത് പർ വാർ കർത്ത, ഞാൻ എന്റെ കൈ മുന്നോട്ട് നീട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും ആ സർപ്പം അറ്റാക്ക് ചെയ്തേനെ. ഇസ്ലിയെ കുവേ के बगल से एक
മുട്ടി മിട്ടി ലേക്കർ മേനെ ഉസ്കെ ദായി ഓർ ഫേക് ദി. അതുകൊണ്ട് തന്നെ ആ കിണറിന്റെ ഒരു വശത്തുണ്ടായിരുന്ന കുറച്ച് വലിയ മൺകട്ട എടുത്ത് ആ സർപ്പത്തിന്റെ റൈറ്റ് സൈഡിലേക്ക് ഞാൻ എറിഞ്ഞു. വഹ് ഉസ് പർ ചപ്ട. ആ സർപ്പം അതിനെ അറ്റാക്ക് ചെയ്തു. ഓർ മേനെ ദൂസരി ഹാത്ത് സെ ഉസ്കെ ബായി ഓർ സെ ഡണ്ടാ ഖീച്ച് ലിയ. ആ സമയത്ത് ഞാൻ വേഗം ആ സർപ്പത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന വടി വലിച്ചെടുത്തു. पर बात की बात में उसने दूसरी ओर भी वार किया. പക്ഷേ പെട്ടെന്ന് തന്നെ അത് ഇപ്പുറത്തെ സൈഡിലും തന്റെ അറ്റാക്ക് ചെയ്തു. പെട്ടെന്ന് ഇപ്പുറത്തെ സൈഡിലും അറ്റാക്ക് ചെയ്തു. യദി ബീച്ച് में डंडा ना होता तो उसके पैर പേർ മേം ഉസ്കാ ദാന്ത് ഗാഡേ ഹോത്തെ. അതായത് നടുക്ക് എന്റെ വടി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ കാലിൽ ആ സർപ്പത്തിന്റെ പല്ലുകൾ ഉണ്ടായേനെ. അപ്പൊ പൂരാ अब ऊपर चढ़ना कोई कठिन काम ना था. ഇപ്പോൾ മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് ഒരു വിഷമമുള്ള കാര്യമല്ല. കേവൽ ഹാത്തോം കെ സഹാരെ, കൈകൾ മാത്രം ഉപയോഗിച്ച, കാലുകൾ പേരോം കോ ബിനാ കഹി ലഗായെ, കാലുകൾ ഉപയോഗിക്കാതെ കൈകൾ മാത്രം ഉപയോഗിച്ച് എനിക്ക് കയറാം. 36 फुट ऊपर चढ़ना मुझे अब नहीं हो सकता. പക്ഷേ ഇന്ന് എനിക്ക് 36 അടി ഉയരമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറാൻ സാധിക്കുകയില്ല. 15-20 ഫുട്ട് ബിനാ പേരോം കെ സഹാരെ, അതായത് 15-20 അടി കാലുകളുടെ സഹായമില്ലാതെ, കേവൽ ഹാത്തോം കേബൽ, കൈകൾ മാത്രം ഉപയോഗിച്ച, ചട്നേക്ക ഹിമ്മത്ത് രക്താഹും, കയറാനുള്ള ധൈര്യമേ ഇപ്പോഴുള്ളൂ. കം ഹി അധിക് നഹോ, അതിൽ കൂടുതൽ പറ്റുകയില്ല. ഹം पर उस 11 वर्ष की अवस्था में 36 फुट चढ़ा. പക്ഷെ ആ 11 വയസ്സിൽ ഞാൻ 36 ഫുട്ട് ഡെപ്ത് ഉള്ള ഒരു വെല്ല് ഞാൻ കയറുകയാണ് ഉണ്ടായത്. ബാഹം ബർഗയി, അതായത് കൈകൾ കഴച്ചുപോയി. ചാത്തി ഫുൽഗയി, നെഞ്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേങ്കിനെ ചൊൽ രഹി തി, അതായത് നെടുവീർപ്പിടുന്നുണ്ടായിരുന്നു. पर एक इंच सरक सरक कर अपनी भुजाओं के बल पर ऊपर चढ़ गई. പക്ഷേ I managed to climb up with my hands, but I am exhausted. यदि हाथ छूट जाते तो क्या होता, കൈ എങ്ങാനും വിട്ടു പോയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു. ഇസ്ക അനുമാൻ കർണ കഠിൻ ഹെ, ഇപ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ കഠിനമാണ്. ഊപ്പർ ആകർ ബേഹാൽ ഹോക്കർ തോടി ദേർ തക് പടി രഹി, മുകളിലെത്തിയിട്ട് കുറച്ചു നേരം ഞാൻ അവിടെ കിടന്നു. ദേഹക്കോ ചരാചരക്കർ ധോത്തി കുർത്ത പഹന, ദേഹത്തുണ്ടായിരുന്ന ഡസ്റ്റും പൊടിയും ദേഹ് കോ ചരാചർ കർ ധോത്തി കുർത്ത പഹന, അതായത് ദേഹത്തുണ്ടായിരുന്ന ചെളിയും പൊടിയും എല്ലാം തട്ടിക്കുടഞ്ഞിട്ട് വസ്ത്രങ്ങൾ ധരിച്ചു. फिर किशनपुर के लड़के को जिसने ऊपर चढ़ने की चेष्टा को देखा था, അതായത് അതിനുശേഷം ഞാൻ ഈ മുകളിൽ കയറുന്നത് കിഷൻപൂരിൽ നിന്നുള്ള ഒരു പയ്യൻ, ഒരു ബോയ് കണ്ടിരുന്നു. താക്കീത് കർക്കെ, അവനെ ഞാൻ ഭീഷണിപ്പെടുത്തി. कि वह कुएं वाली घटना किसी को न कहे, अदायद അവനോട് ഇത് ആരോടും പറയരുത് എന്ന് അവനോട് പറഞ്ഞു. ഹം ലോഗ് ആകെ ബഡെ, എന്നിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. सन 1915 में मेट्रिकुलेशन पास करने के उपरांत यह घटना मैंने माँ को सुनाई. അതായത് 1915 മെട്രിക്കുലേഷൻ, അതായത് 10th പാസ്സായതിനു ശേഷം ഈ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. सजल नेत्रों से माँ ने मुझे अपनी गोद में ऐसे बिठा लिया जैसे चिड़िया अपने बच्चों को ടൈനെ കെ നീച്ചെ ചിപ്പാ ലേത്തി ഹെ, അതായത് അമ്മയുടെ കണ്ണുകളിൽ മുഴുവനും കണ്ണുനീരായിരുന്നു. അമ്മ എന്നെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരുത്തി. അതായത് ഒരു കിളി എങ്ങനെയാണ് തന്റെ മക്കളെ തന്റെ ചിറകിന്റെ അടിയിൽ വെക്കുന്നത്, അതേപോലെ കിത്നി അച്ഛേ ഥേ വേദീൻ, ആ ദിവസങ്ങൾ എത്ര നല്ലതായിരുന്നു. ഉസ് സമയ റൈഫൽ നത്തി, ആ സമയത്ത് റൈഫിളും തോക്കും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഡണ്ട ത, പക്ഷെ വടി ഉണ്ടായിരുന്നു. ഓർ ഡണ്ട കാ ശിക്കാർ കം സെ കം ഉസ് സാംബ് കാ ശിക്കാർ റൈഫൽ കെ ശിക്കാർ സെ കം രോചക് ഓർ ഭയാനക് ത. പക്ഷെ ഡണ്ടയുടെ ഇര,
അതായത് വടിയുടെ ഇര ആ സമയത്ത് സർപ്പങ്ങളായിരുന്നു. കാ शिकार और राइफल के शिकार से कम रोचक और भयानक था. റൈഫിളിന്റെ ഇരയേക്കാളും ടെറിഫയിങ് എക്സൈറ്റിങ്ങും ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.